അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ഒരാൾക്ക് നിസ്കാരത്തിൽ സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ട എന്തോ ഒരു കാര്യമുണ്ടായി. അങ്ങനെ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്ന സമയത്ത് അവൻ നിയ്യത്ത് വെച്ചില്ല. ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് വെക്കാതെ മറന്നുകൊണ്ട് അത് സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാവുമോ? ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ എന്താണ് ഇവിടുത്തെ ഒരു ഇമാമികൾ രേഖപ്പെടുത്തിയ മസല? ഇൻഷാ അല്ലാഹ് അറിയാൻ വേണ്ടിയായിരുന്നു. സഹവിൻ്റെ സുജൂദ്, അതായത് നിസ്കാരത്തിൽ എന്തെങ്കിലും കോർവക്കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി വെച്ച ഒരു ഓപ്ഷനാണ് സഹവിൻ്റെ സുജൂദ്. സഹവിൻ്റെ സുജൂദ് എന്ന് പറയുമ്പോൾ ശാഫിഈ മദ്ഹബ് പ്രകാരം അത് സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സഹവിൻ്റെ സുജൂദ് ചെയ്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കാരം ബാത്തിലൊന്നുമല്ല, നിസ്കാരം സഹിയാകും. എന്നാൽ സഹവിൻ്റെ സുജൂദ് സുന്നത്താണെങ്കിലും ആ സുന്നത്തായ ഈ ഒരു കാര്യത്തിനക്ക് ഒരുപാട് ഷർത്തും ഫർളുമൊക്കെ ഉണ്ട്. ആ ഷർത്തും ഫർളും പാലിക്കാതെ സഹവിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരമേ ബാത്തിലായി പോകുന്ന രൂപങ്ങളുണ്ട്. അത് ഗൗരവമാണ്. സഹവിൻ്റെ സുജൂദ് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ലാഘവത്തോടെ കാണാൻ പറ്റൂല എന്നർത്ഥം. സഹവിൻ്റെ സുജൂദ് അതിൻ്റെ നിയമപ്രകാരം പറയുകയാണെങ്കിൽ സുന്നത്തുള്ളൂ, ശരി. പക്ഷെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് നിബന്ധനകളുണ്ട് എന്ന് പറഞ്ഞാൽ ഷർത്തും ഫർളുണ്ട്, സുന്നത്തുകളും ഉണ്ടാവും. സുന്നത്ത് വിടാം, സഹവിൻ്റെ സുജൂദിന്റെ സുന്നത്തുകൾ വിടാം. നേരെ മറിച്ച് അതിൻ്റെ ഷർത്തും ഫർളുകളും പാലിക്കൽ നിർബന്ധമാകും. അപ്പൊ ആ ഒരു ഷർത്തും ഫർളും പാലിക്കാതെയാണ് സഹവിന്റെ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ സഹവിന്റെ സുജൂദ് ബാത്തിലാണ് എന്നല്ല, നിസ്കാരമേ ബാത്തിലായി പോകും. അപ്പൊ ഇവന് വെളുക്കാൻ തേച്ച പാണ്ടായി എന്ന് പറയും പോലെയാകും. ശ്രദ്ധിക്കണം, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ആയതുകൊണ്ട് തന്നെ സഹവിന്റെ സുജൂദ് ഒരാൾ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ അതിന് നിബന്ധനയുണ്ട്. ഏത് നിബന്ധനയുണ്ട്? നിസ്കാരത്തിൽ സാധാരണ സുജൂദ് ചെയ്യും പോലെയുള്ള നിബന്ധനയുണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ വിശദീകരണങ്ങൾ നോക്കിയാൽ അത് വ്യക്തമായിട്ട് കിട്ടും. ഇതിന്റെ 109-ാമത്തെ പേജിലുണ്ടാവും സുജൂദ് സഹവി വ ഇൻ കസുറ സജ്ദതാനി കസുജൂദി സലാത്തി. സഹവിന്റെ സുജൂദ് ഒരാൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിസ്കാരത്തിൽ സുജൂദ് എങ്ങനെയാണോ ആ സുജൂദ് പോലെയാണ് അതിന്റെ നിബന്ധന പോവുക എന്നർത്ഥം. അപ്പൊ അതിന് ഷർത്തും ഫർളുകളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് തഖിയുദ്ദീനുൽ ഹസ്നി എന്നവർ അവിടുത്തെ കിഫായത്തുൽ മുഹ്താജ്, ഇത് ഈ പറയുന്ന മിൻഹാജിന്റെ ഷറഹാണ്. 10-12 വള്ളിത്തിലുണ്ട് ഈ കിതാബ്. ഇതിൽ വ്യക്തമായിക്കൊണ്ട് പറയുന്നുണ്ട് നിസ്കാരത്തിന് സുജൂദ് പോലെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 2-ാം വള്ളിത്തിന്റെ ഇതിന്റെ 347-ാമത്തെ പേജിൽ ആണോ ഐ ഫിൽ അർക്കാനി കന്നിയ്യത്തി വത്തക്ബീരി വസ്സലാമി വശറാഇത്തി കവളിൽ ജബ്ഹത്തി വതുമനീനത്തി വതഹാമുലി അലൽ ജബ്ഹത്തി വതൻകീസി. ഇതൊക്കെ സുജൂദിന്റെ നിബന്ധനകളാണ്. സുജൂദിനക്ക് നിബന്ധനകൾ ഒരുപാടുണ്ട്. ആ നിബന്ധനകളൊക്കെ അപ്പൊ അതിന്റെ കൂട്ടത്തിൽപ്പെട്ടാണ് നിയ്യത്തൊക്കെ. അപ്പൊ നിയ്യത്ത് അനിവാര്യമാകും എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഖാത്തിമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ വ്യക്തമായിട്ട് പറയുന്നു നിയ്യത്ത് നിർബന്ധാണ്. മഅ്മൂമിനിക്ക് നിയ്യത്ത് നിർബന്ധമല്ലെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമിനൊക്കെ നിയ്യത്ത് നിർബന്ധാകും. തുഹ്ഫയുടെ 2-ാം വാള്യം ഇതിന്റെ 309-ാമത്തെ പേജിൽ ആണോ ഫവജബത്ത് ഐ അലൽ ഇമാമി വൽ മുൻഫരിദി ദൂനൽ മഅ്മൂമി. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾക്കും ഇമാമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾക്കും സഹ്വിന്റെ സുജൂദ് ചെയ്യുമ്പോൾ നിയ്യത്ത് വെക്കൽ നിർബന്ധാണ്. മഅ്മൂമിനിക്ക് നിർബന്ധം ഇല്ല. കാരണം മഅ്മൂമ് ഇമാമിനോട് കൂടെ ഇങ്ങനെ തുടർന്ന് പോവുകയല്ലേ. അപ്പൊ ഇമാം വെക്കുന്നുണ്ടല്ലോ, അത് മതി എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അങ്ങനെയാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ളത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്. അപ്പൊ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയ്യത്ത് വെക്കണം. ആരൊക്കെ? ഇമാമും വെക്കണം, അതുപോലെ തന്നെ ഈ പറയുന്ന ഒറ്റക്ക് നിസ്കരിക്കുന്നവനും വെക്കണം.
എപ്പോഴാണ് വെക്കേണ്ടത്? ആ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുമ്പോൾ ആ സുജൂദിന്റെ ആ സന്ദർഭഘട്ടത്തിലാണ് വെക്കേണ്ടത് എന്ന് ഫതുഹുൽ മുഈൻ വ്യക്തമായിക്കൊണ്ട് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഫതുഹുൽ മുഈനിന്റെ തന്നെ മഖ്ദൂദങ്ങൾ ഫതുഹുൽ മുഈനിന്റെ 94-ാമത്തെ പേജിൽ പറയുന്നു. കണ്ടോ, വതജ്ബു നിയ്യത്തു സുജൂദി സഹ്വി ബിഅൻ യഖ്സിദഹു അനിസ് സഹ്വി ഇൻദ ശുറൂഇഹി ഫീഹി. ആ സഹ്വിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് അതിന്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് നിയ്യത്ത് വെച്ചോളണം. നിയ്യത്ത് വെക്കുക എന്ന് പറയുമ്പം അവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ ഒരുപാട് കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ നിയ്യത്ത് വെക്കുക എന്ന് പറയുമ്പം ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അതുപോലെ തന്നെ ഇമാമും, ഈ 2 പേരും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. അത് പ്രവേശിക്കുന്നതിന് മുമ്പ്. അപ്പൊ നിയ്യത്ത് ഞാൻ സഹവിന്റെ സുജൂദ് ചെയ്യാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് പറയാനൊന്നും പറ്റൂല. അങ്ങനെ നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ നവൈത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് നിയ്യത്ത് കൊണ്ടുവരികയാണെങ്കിൽ നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പറ്റൂല. കൽബിൽ കരുത്തേ പറ്റുള്ളൂ. ആ ഉദ്ദേശം, ആ കരുതൽ മാത്രമേ പറ്റുള്ളൂ. നാവ് കൊണ്ടെങ്ങാനും ഈ നിയ്യത്ത് പറയുകയോ അതുപോലെ തന്നെ നിയ്യത്ത് ഒന്നും വെക്കാതെ ഒക്കെ ഈ പറയുന്ന സഹവിന്റെ സുജൂദ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരമേ ബാത്തിലാകും. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നിയ്യത്ത് വെച്ചിട്ടില്ല എന്നുള്ളത്. നിയ്യത്ത് വെച്ചതേ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അതുപോലെ തന്നെ നാവ് കൊണ്ട് ആ നിയ്യത്ത് പറയുകയാണെങ്കിലും നിസ്കാരം ബാത്തിലാകും. പിന്നെ എന്താ ചെയ്യേണ്ടത്? നിയ്യത്ത് മനസ്സിലങ്ങോട്ട് കരുതുക. ആരൊക്കെ? ഈ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും അതുപോലെ തന്നെ ഇമാമും. എന്നാൽ ആ നിസ്കാരം അതിന്റെ ഭംഗിയിലായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിസ്കാരമേ ബാത്തിലാകും എന്ന് ഫതുഹുൽ മുഈനിന്റെ മത്തിന് ഖുറത്ത് ഐനിന്റെ അതാണുള്ള മത്തിന് അത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഉമർ നബി ജാബിർ റഹിമഹുല്ല അവിടുത്തെ നിഹായത്തു സൈൻ ഫി ഇർഷാദുൽ മുബ്തദിഈൻ, ഇത് ഫതുഹുൽ മുഈനിന്റെ മത്തിനിന്റെ ശറഹാണ്, അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന്റെ 81-ാമത്തെ പേജിൽ ഉണ്ടോ, ഫലോ തലഫള ബിഹാ ബതലതു സലാത്തുഹു ഔ സജദ ബിലാ നിയ്യത്തിൻ ബതലതു സലാത്ത് ബതലതു ഐലൻ. ഉണ്ടോ, ഇപ്പൊ ഒരാൾ നിയ്യത്ത് നാവ് കൊണ്ട് പറഞ്ഞു, അപ്പോൾ നിസ്കാരം ബാത്തിലായി. അതുപോലെ തന്നെ ഇനി ഒരാൾ എന്തായില്ല, ഈ പറഞ്ഞ നിയ്യത്ത് തീരെ വെച്ചില്ല, ഒന്നും വെച്ചില്ല, ഒന്നും കരുതിയില്ല, സഹുവിന്റെ സുജൂദ് അങ്ങോട്ട് ചെയ്തു, എന്നാലും നിസ്കാരം ബാത്തിലാകും. ഈ 2 രൂപങ്ങളും നിസ്കാരം ബാത്തിലാക്കുന്നതാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്തിനെ നിയ്യത്ത് ഈ പറയുന്ന നാവ് കൊണ്ട് പറയാൻ വേണ്ടി പോയി? അവിടെ കരുതൽ മാത്രം. എന്തിനാ ബയ്യാവാലക്ക് വെറുതെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എത്രേ പറയുന്നുള്ളൂ? നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എന്ന് പറയാൻ കൽബ് കൊണ്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൽബിൽ ഒരു കരുത്ത് വന്നാൽ മതി. ഞാൻ സഹുവിന്റെ സുജൂദ് ചെയ്യാണ് എന്നുള്ളത് എന്താ മതി? ഈ പറയുന്ന നിയ്യത്ത് മനസ്സിൽ കരുതിയാൽ മതിയായിരുന്നു. അത് പറയാൻ വേണ്ടി പോകേണ്ടതില്ലായിരുന്നു. അതിൽ ഒരു ഇളവൊന്നുമില്ല. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും എന്ന് പറഞ്ഞാൽ ബാത്തിലാകും എന്ന് തന്നെയാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൻഹജുൽ ഖവീൽ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം തർമസി റഹിമഹുല്ലാ ആഷ്യത്തുൽ തർമസി മൻഹജുൽ ഖവീമിന്റെ അറിയപ്പെട്ട ഷറഹാണ്, അഷ്യാണ്, അതുപോലെ തന്നെ ഒക്കെയാണ് മഹാനവറുകൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ 3-ാം വാള്യത്തിന്റെ 453-ാമത്തെ പേജിൽ ഉണ്ടോ, ഖിലാഫൻ ലിമൻ സഅമ അദുൽ ബുത്ലാൻ, ബാത്തിലാകൂല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് തുഅഫയിൽ ഇബ്നു ഹജർ നിങ്ങളെ ലഈഫാണ് അഭിപ്രായം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചില ആളുകളൊക്കെ തോന്നി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല, അതൊന്നും ശരിയായിട്ടില്ല. ലി അന്നഹു ലാ ളറൂറത ഇലൈഹി, അതാ അവിടെ പോയിന്റ്. ലി അന്നഹു ലാ ളറൂറത ഇലൈഹി, അതിലേക്ക് ഇങ്ങൊരു ളറൂറത്ത്, അത് ളറൂറത്തിന് വേണ്ടി കരുതി അല്ലെങ്കിൽ അങ്ങനെ ഉദറ് കാരണമൊന്നും പറഞ്ഞു വരണ്ട. എന്തിനാണ് അത് കരുതാൻ വേണ്ടി പോയത്? അതുകൊണ്ട് നാവ് കൊണ്ട് പറയാൻ വേണ്ടി പോയത്. അപ്പൊ അതുകൊണ്ട് ആ നാവ് കൊണ്ട് പറയേണ്ടതില്ല. നേരെ മറിച്ച് മനസ്സിൽ അങ്ങോട്ട് കരുതണം. മനസ്സിൽ കരുതൽ നിർബന്ധം തന്നെയാണ്, അത് ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ ആയതുകൊണ്ട് ആ മനസ്സിൽ കരുതൽ മഅ്മൂമങ്ങളല്ലാത്ത ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇമാമും എന്തായാലും കരുതൽ നിർബന്ധമാണ്. ഈ ആശയം ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ ഫതുഹുൽ ഖരീബുൽ മുജീബ് എന്ന കിതാബുണ്ട് ഇബ്നു ഖാസിമുൽ വസ്സി റഹിമഹുല്ലാ തങ്ങളുടെ, അതിലേക്ക് വ്യക്തമായി കൊണ്ട് ഷറഹ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആശയം ഉണ്ടാക്കിയിട്ടുണ്ട് ഇമാം ബാജൂരി റഹിമഹുല്ലാ. അതായത് നമ്മുടെ ഷർവാനി ഇമാമിന്റെ ഉസ്താദാകുന്ന ബാജൂരി, ഹാഷ്യത്തുൽ ബാജൂരി, നമുക്ക് എല്ലാവരും അറിയുന്ന കിതാബ്. ഈ കിതാബിലും ഈ പറയുന്ന ആശയങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹാഷ്യത്തുൽ ബാജൂരിയുടെ 1-ാം വാള്യം ഒരു നിഹായത്തുൽ സൈനിൽ മാത്രമൊന്നുമല്ല, ഇതിന്റെ 281-ാമത്തെ പേജിലുണ്ട്. വലാ ബുദ്ദ ലഹു മിൻ നിയ്യത്തിൻ മിൻ ഗൈരി തലഫുൽ ബിഹാ ഫലോ സജദ ബിലാ നിയ്യത്തിൻ
ഔ തലഫുള ബിഹാ ബതലത്തു സലാത്തുഹു, 2 രൂപം ബാത്തിലാകുന്ന രൂപം പറഞ്ഞു. അതായത് നിയ്യത്തില്ലാതെ സഹവിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ആ നിയ്യത്ത് ഇനി ഒരാൾ നാവ് കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകും. ഇത് രണ്ടും നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. ഇനി അതിന്റെ ശറഹുകളൊക്കെ എടുത്തു നോക്കിയാൽ കാണും. അപ്പം ഖല്ലൂബി ഇമാം വിശദീകരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫത്തുൽ കരീമുൽ മുജീബ്, അവിടെയും ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇമാം ബർമാവി വിശദീകരിക്കുന്ന രാഷിദുൽ ബർമാവിയിൽ അവിടെ ഇത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ഫത്തുൽ കരീമുൽ മുജീബിന്റെ ശറഹുകളാട്ടോ. ഒക്കെ നോക്കിയാൽ വ്യക്തമായിട്ട് അശകളാണ്, ഒക്കെ നോക്കിയാൽ കിട്ടും. അപ്പൊ ആയതുകൊണ്ട് തന്നെ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ സഹ്വിന്റെ സുജൂദ് ശാഫിഈ മദ്ഹബ് പ്രകാരം പറയുകയാണെങ്കിൽ സുന്നത്തുള്ളൂ, ശരിയാണ്. അത് ചെയ്തില്ല വിചാരിച്ച നിസ്കാരം ബാത്തിലൊന്നുമല്ല. പക്ഷെ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിന് നിബന്ധന പാലിക്കണം. ആ നിബന്ധന പാലിക്കുക എന്ന് പറയുമ്പോൾ മർമ്മമായ 2 നിബന്ധന തന്നെയാണ്. ഒന്ന്, നിയ്യത്ത് വെക്കുക എന്നുള്ളത്. നിയ്യത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നാവ് കൊണ്ട് ഉച്ചരിച്ച് പറയാൻ പാടില്ല, അത് മനസ്സിൽ കരുതണം. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും ഇമാമായി നിൽക്കുന്ന ആളും ഇവർ 2 പേരും എന്തായാലും ഈ നിയ്യത്ത് മനസ്സിൽ കരുതൽ നിർബന്ധം തന്നെയാണ്. അത് നാവ് കൊണ്ട് പറയാതെ കരുതൽ നിർബന്ധമാണ്. ഇത് രണ്ടുമല്ലാത്ത രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അപ്പൊ സഹവിന്റെ സുജൂദ് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറിക്കാൻ പറ്റൂല എന്നർത്ഥം. കാരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിബന്ധന പാലിക്കണം എന്നർത്ഥം കേട്ടോ.